കുറച്ച് കാര്യമായിട്ട് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കാരണം റൂമിലേക്കുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് തീർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ളത് തന്നെ കുറേ സമയം എടുത്തു ഷോപ്പിങ്ങിന്. ഒന്നാമത് ഞങ്ങൾ പോയത് ഉച്ച സമയത്താണ്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞ് ചൂടൊക്കെ ആയി വരുന്നുണ്ട്. ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലും ചൂടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ആകെ ക്ഷീണിച്ചൊരു പരുവായി. അപ്പോൾ നല്ല തണുത്ത എന്തെങ്കിലും കുടിച്ച് തല മുതൽ കാലൊരൊന്ന് തണുപ്പിക്കാനാണ് തോന്നിയത്. ആ തോന്നല്ല ആദ്യം തന്നെ മനസ്സിലേക്ക് വന്നത് സ്ട്രോബെറി ലസ്സിയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ അത് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ. കുറച്ച് സ്ട്രോബെറിയും തൈരുമാണ് മെയിനായിട്ട് വേണ്ടത്. സ്ട്രോബെറി വില കുറവിൽ കിട്ടുമ്പോൾ കുറേ വാങ്ങിയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ ഞാൻ. അതാകുമ്പോൾ കുറേ നാൾ കേട് കൂടാതിരിക്കും ചെയ്യും. സീസൺ അല്ലാത്തപ്പോഴും അധികം വാങ്ങാൻ കിട്ടാത്തപ്പോഴും നമ്മളതിൽ സംഭവം ഉണ്ടാവും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച സ്ട്രോബെറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 4 സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ ലെമണാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കട്ടത്തൈര് ആഡ് ചെയ്യാം കേട്ടോ അതിന് പകരം. പിന്നെ സംഭവം ഒന്നും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇടുന്നതിന് പകരം ഞാനിവിടെ സ്റ്റീവിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് സ്റ്റീവിയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീടിൻ്റെ മിസ്സായി പോയതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി റീഫ്രഷിംഗ് ആയിട്ടുള്ള സ്ട്രോബെറി ലസ്സിയുടെ റെഡിയായി. ചൂടത്തും വെയിലത്തൊക്കെ പോയി പൊരിഞ്ഞും കേട്ട് വരുമ്പോൾ ഇതൊരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചാണ്ടല്ലോ സ്വർഗ്ഗമാണ് മക്കളെ, സ്വർഗ്ഗം.